മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണത്തിനെതിരെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിന് ദുരന്തമുഖത്ത് ഇങ്ങനെയും ചില ആളുകളുണ്ട് എന്നതിന്റെ സൂചനകൾ, അതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ പോലും വ്യാജ പ്രചാരണം എന്നുള്ളത് എത്രമാത്രം ഗുരുതരമാണ് വിജിൻ? അസിത, ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ, അതായത് CMDRFിലേക്കും ആവശ്യക്കാർക്ക് ഈ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്തെ ഉൾപ്പെടെ കണക്കുകൾ കൃത്യമായി നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം CMDRFിലേക്ക് എത്തിയ പൂർണ്ണമായും പണം ഈ ദുരിതബാധിതരെ സഹായിക്കാൻ തന്നെയാണ് ചെലവഴിച്ചത്. അത് പല വഴികളിൽ അത്തരത്തിലുള്ള സഹായം എത്തിയതിന്റെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 4600 ചില്ലാനം കോടി രൂപയാണ് കഴിഞ്ഞ പ്രളയകാലത്ത് നമുക്ക് പിരിഞ്ഞു കിട്ടിയിരുന്നത്, CMDRFിലേക്ക് എത്തിയിരുന്നത്. അത് പൂർണ്ണമായും ചെലവഴിക്കുന്ന നിലയിലുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്തത്. C&AG ഉൾപ്പെടെയുള്ള ഓഡിറ്റിന് വിധേയമാകുന്ന ഈ അക്കൗണ്ടാണ് CMDRF എന്ന് പറയുന്നത്. അതിനെയാണ് വളച്ചൊടിച്ച് ആ ഫണ്ടിലേക്ക് ഒരു തുക പോലും എത്തിക്കരുത് എന്നുള്ള നിലയിലുള്ള വ്യാജ പ്രചാരണം നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം വന്ന ഒരു പ്രധാന വാർത്തയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരു പണം CMDRFിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകരുത് എന്നാവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണം നടന്നത്. ഇതിനെതിരെയാണ് DGPക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് തന്നെ പരാതി നൽകിയത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഒക്കെ നടക്കുന്ന ഘട്ടത്തിലും അസിത കാണേണ്ടത്, ഈ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് പ്രധാനമായും എടുത്തുമാണേണ്ടത്. ഏറ്റവും പ്രധാനമായി ഏറ്റവും അവസാനം ഇപ്പോൾ മമ്മൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് 20 ലക്ഷം രൂപയാണ് CMDRFിലേക്ക്. ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ 15 ലക്ഷം രൂപ നൽകുമെന്നും, ഒപ്പം യൂസഫ് അലി, വ്യവസായി യൂസഫ് അലി എന്തായാലും അത് വ്യക്തമാണ്.